Hello everyone, welcome to ATC, a teaching capsule. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലുള്ള 4ാമത്തെ ചാപ്റ്ററായ ത്രൂ ദ എലിമെൻ്ററി കനാലാണ്. ഈ ഒരു ചാപ്റ്റർ ഡിസ്കഷൻ കേട്ടഡ് 2 സയൻസ്, കേട്ടഡ് 3 നാച്ചുറൽ സയൻസ്, സെറ്റ് ജനറൽ പേപ്പർ, അതർ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നവർക്ക് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ അത് കാണാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജേർണി ഓഫ് ഫുഡാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൗത്തിൽ നിന്നും സ്റ്റൊമക്കിലേക്ക് പോകും, സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, പിന്നെ ലാർജ് ഇൻറ്റെസ്റ്റൈൻ. നമുക്ക് സ്റ്റൊമക്കിനെ കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് മൗത്തിൽ നിന്നും എവിടേക്ക് എത്തുന്നു? സ്റ്റൊമക്കിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ മൗത്തിലുള്ള ഫുഡ് സ്റ്റൊമക്കിലേക്ക് ഒരു ലോങ് പൈപ്പ് വഴിയാണ് എത്തുന്നത്. ഈ ഒരു പൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈസോഫാഗസ് എന്ന് പറയുന്നത്. ഈസോഫാഗസ്. അപ്പോൾ ഈസോഫാഗസ് ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റ് ഷോ ചെയ്യാറുണ്ട്. ഈസോഫാഗസ് ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റ് കാണിക്കാറുണ്ട്. ആ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈസോഫാഗസ് ആണ് പെരിസ്റ്റാൾസിസ് ഷോ ചെയ്യുന്നതെന്ന് ഓർമ്മിക്കുക. അപ്പോൾ അങ്ങനെ പെരിസ്റ്റാൾസിസ് വഴി നമ്മുടെ ഫുഡ് എവിടെ എത്തും? മൗത്തിലുള്ള ഫുഡ് ഈസോഫാഗസിലെത്തി അങ്ങനെ സ്റ്റൊമക്കിലേക്ക് എത്തുന്നു. സ്റ്റൊമക്കിൽ നിന്നും ആ ഒരു ഫുഡ് സ്റ്റൊമക്ക് വാളിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഒരു പേസ്റ്റ് പോലെയായിട്ട് മാറും. അപ്പോൾ പേസ്റ്റായിട്ട് മാറും ഫുഡ്. എന്തു കാരണം കൊണ്ട്? സ്റ്റൊമക്ക് വാളിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് നമുക്ക് ഫുഡിനെ പേസ്റ്റ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഫുഡ് പേസ്റ്റായിട്ട് മാറും. പിന്നെ നമുക്കറിയാം സ്റ്റൊമക്കിൽ കുറേ ഡൈജസ്റ്റീവ് എൻസൈംസും ഉണ്ട്. ഈ ഡൈജസ്റ്റീവ് എൻസൈംസും നമ്മുടെ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റൊമക്കിലെത്തുന്നത്. അപ്പോൾ ഫുഡ് മൗത്തിലുള്ള ഫുഡ് ഈസോഫാഗസ് വഴിയാണ് സ്റ്റൊമക്കിലേക്ക് എത്തുന്നത്. അങ്ങനെ സ്റ്റൊമക്കിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് പോകും. അപ്പോൾ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ എന്ന് പറയുന്നത് ഒരു 6 മീറ്റർ ലോങ് ആണ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. നമ്മുടെ ഫുഡിൻ്റെ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് സ്മോൾ ഇൻറ്റെസ്റ്റൈനിലാണ്. സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ എത്തുമ്പോഴേക്കും ഫുഡ് ഫുള്ളായിട്ട് ഡൈജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ന്യൂട്രിയൻസൊക്കെ ബ്ലഡ് അബ്സോർബും ചെയ്തിട്ടുണ്ടാവും. ഇതാണ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. ഇനി നമുക്ക് അവിടെ നിന്നും എവിടത്തേക്ക് പോകും? ഫുഡ് ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്ക് പോകും. അപ്പോൾ ലാർജ് ഇൻറ്റെസ്റ്റൈൻ എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ കഴിഞ്ഞാലാണ് ലാർജ് ഇൻറ്റെസ്റ്റൈൻ ഉള്ളത്. ഇത് 1.5 മീറ്റർ ആണ് നീളം. 1.5 മീറ്റർ ലോങ് ആണ് ലാർജ് ഇൻറ്റെസ്റ്റൈൻ എന്ന് പറയുന്നത്. ഈ ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ നമ്മുടെ വാട്ടറും മിനറൽസ് സാൾട്ട്സ് ഒക്കെ അബ്സോർപ്ഷൻ നടക്കും. അപ്പോൾ absorption of water. ഈ വാട്ടർ എന്തുള്ള വാട്ടർ ആയിരിക്കും? മിനറൽസ്, സാൾട്ട്, ഇതൊക്കെയുള്ള വാട്ടർ അബ്സോർബ് ചെയ്യുന്നതും ലാർജ് ഇൻറ്റെസ്റ്റൈനിലാണ്. ഇനി ഇവിടുന്ന് എന്ത് ചെയ്യും? ബാക്കിയുള്ള വേസ്റ്റ് മെറ്റീരിയൽ, ഫുഡിൻ്റെ എല്ലാ ന്യൂട്രിയൻസും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന റിമൈനിങ് വേസ്റ്റ് രക്തത്തിൽ സ്റ്റോർ ചെയ്യും. വേസ്റ്റ് സ്റ്റോർഡ് ഇൻ രക്തത്തിൽ സ്റ്റോർ ചെയ്യുകയും അത് ആനസിലൂടെ എക്സ്പെൽ ചെയ്യും, പുറന്തള്ളുകയും ചെയ്യുന്നു. എക്സ്പെൽഡ് ത്രൂ ആനസ്. ഇതാണ് ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ നടക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡൈജഷൻ കംപ്ലീറ്റഡ് ആയി എന്ന് പറയും. ഇതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം, ഹ്യൂമൻസിലെ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇനി നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റവും ആൽക്കഹോളിനെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ നമുക്കറിയാം
ആൽക്കഹോള് വെരി ബാഡാണ് നമ്മുടെ ഹെൽത്തിന്. അതേപോലെ തന്നെ ആൽക്കഹോള് എന്ത് ചെയ്യും, സോഫ്റ്റ് ലെയേഴ്സ് ആയിട്ടുള്ള സ്റ്റൊമക്കിൽ അത് മുറിവുണ്ടാക്കുകയും ചെയ്യും. അപ്പം ആൽക്കഹോള് make wounds on soft layers of stomach. സ്റ്റൊമക്കിലുള്ള സോഫ്റ്റ് ലെയേഴ്സ് മേലെ വൂൺസ് ഉണ്ടാക്കും, മുറിവുണ്ടാക്കും. ഇതാണ് നമ്മൾ അൾസറായിട്ട് മാറുന്നത്. അതേപോലെ തന്നെ കൂടുതൽ ആൽക്കഹോൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സസീവായിട്ടുള്ള ആൽക്കഹോൾ യൂസ് നമ്മളെ ലിവറിനെയും ബാധിക്കും. അങ്ങനെ നമുക്ക് ലിവർ സിറോസിസ് പറയുന്ന രോഗം വരും. അപ്പോൾ എക്സസീവ് ആൽക്കഹോളിസം ആണ് ലിവർ സിറോസിസിന് കാരണമാകുന്നത്. പിന്നെ ആൽക്കഹോൾ യൂസ് അല്ലെങ്കിൽ ലിക്വർ യൂസ് മൗത്തിൽ ക്യാൻസർ ഉണ്ടാക്കുക, മൗത്ത് ക്യാൻസർ. അതേപോലെ ഈസോഫാഗസിൽ ക്യാൻസർ ഉണ്ടാവുക, ഈസോഫാഗസിലുള്ള ക്യാൻസർ, ലിവറിലുള്ള ക്യാൻസർ, ലാർജ് ഇൻറ്റസ്റ്റൈനിലുള്ള ക്യാൻസേഴ്സൊക്കെ ആൽക്കഹോൾസ് ഉണ്ടാക്കാറുണ്ട്. ഇത്രയാണ് ആൽക്കഹോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ആൽക്കഹോൾ യൂസ് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ന്യൂട്രീഷൻ ഇൻ അമീബ എന്ന് പറയുമ്പോൾ അമീബ ഒരു ഫുഡ് ഡിറ്റക്റ്റ് ചെയ്യുന്നു. അങ്ങനെ അമീബ എന്ത് ചെയ്യും, ആ ഫുഡിനെ എൻഗൾഫ് ചെയ്തിട്ട് ഉള്ളിലേക്ക് വലിച്ചെടുക്കും. അങ്ങനെ വലിച്ചെടുത്തതിൻ്റെ ശേഷം അവിടെ ഡൈജഷൻ നടക്കും, ഫുഡിൻ്റെ ഡൈജഷൻ നടക്കും. ഡൈജഷൻ നടന്നു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള ഭാഗങ്ങൾ അബ്സോർബ് ചെയ്യും. ആ ഒരു ഫുഡ് ബാക്കിയുള്ള ഭാഗം അബ്സോർപ്ഷൻ നടക്കും, അബ്സോർബ് ചെയ്യും. എന്നിട്ട് റിമൈനിങ് ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയലിനെ എക്സ്ക്രീറ്റ് ചെയ്യുകയും ചെയ്യും, എക്സ്ക്രീഷനും നടക്കും. ഇങ്ങനെയാണ് അമീബ ന്യൂട്രീഷൻ നടക്കുന്നത്. അമീബയിൽ ന്യൂട്രീഷൻ നടക്കുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ന്യൂട്രീഷൻ്റെ സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി 5 സ്റ്റേജസ് ആണുള്ളത്. ഇഞ്ചക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, എക്സ്ക്രീഷൻ. ഇങ്ങനെ 5 സ്റ്റേജസ് ആണ് ഉള്ളത്. നമുക്ക് ഓരോ സ്റ്റേജസും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഇഞ്ചക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജാണ്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഫുഡ് വായിലിടുന്നു, ചമക്കുന്നു, ഇറക്കുന്നു. ഇതാണ് നടക്കുന്നത്, ഇഞ്ചക്ഷനിൽ നടക്കുന്നത്. അങ്ങനെ ഇഞ്ചസ്റ്റ് ചെയ്ത ഫുഡ് പിന്നീട് ഡൈജഷനാണ് നടക്കുന്നത്. അപ്പോൾ ഡൈജഷൻ എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുഡിലുള്ള ഓർഗാനിക് ഫാക്ടേഴ്സ് ബ്രേക്ക് ചെയ്തിട്ട് സിമ്പിൾ കോമ്പോണൻ്റ് ആയിട്ട് മാറുക. അങ്ങനെ സിമ്പിൾ ആക്കിയാൽ മാത്രമല്ലേ നമുക്ക് ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതെ, അപ്പോൾ ഡൈജഷൻ എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഓർഗാനിക് factor present in food to simple component. സിമ്പിൾ കോമ്പണൻ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക. ഓർഗാനിക് ഫാറ്റർ, ഫുഡിലുള്ള ഓർഗാനിക് ഫാറ്റർ സിമ്പിൾ കോമ്പണൻ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡൈജഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഡൈജസ്റ്റ് ചെയ്ത് സിമ്പിൾ കോമ്പണൻ്റ് ആയി കഴിഞ്ഞാലാണ് നമ്മുടെ ഫുഡ് ശരീരം അബ്സോർബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബോഡി റിസീവ് ചെയ്യാൻ ഈ ഡൈജസ്റ്റഡ് ഫുഡാണ്. ഇതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ്, ഡൈജസ്റ്റഡ് ഫുഡ് റിസീവ്ഡ് ബൈ ബോഡി, റിസീവ്ഡ് ഇൻ ടു ദ ബോഡി, ബോഡീൻ്റെ ഉള്ളിലേക്ക് റിസീവ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്.
അങ്ങനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയാണ് അസിമിലേഷൻ നടക്കുന്നത്. അപ്പോൾ അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്? അസിമിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അബ്സോർബ് ചെയ്ത കോമ്പണൻറ്റ് ബോഡീൻ്റെ ഒരു ഭാഗമായിട്ട് മാറുക. അപ്പോൾ അതിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. അസിമിലേഷൻ എന്ന് പറയുമ്പോൾ അബ്സോർബ്ഡ് കോമ്പണൻറ്റ് become പാർട്ട് ഓഫ് ദ ബോഡി, ബോഡീൻ്റെ പാർട്ടായിട്ട് മാറുക. ഇതിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അസിമിലേഷൻ കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് വേസ്റ്റ് ആയിട്ടുള്ള, നോട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ബൈ പ്രൊഡക്ട്സ് ഉണ്ടാവും. ആ ബൈ പ്രൊഡക്ട്സിനെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് ബൈ പ്രൊഡക്ട്സ്, എന്തിൻ്റെ ബൈ പ്രൊഡക്ട്സ്? മെറ്റബോളിക് ആക്ടിവിറ്റീൻ്റെ. മെറ്റബോളിക് ആക്ടിവിറ്റീസ്, ബൈ പ്രൊഡക്ട്സ് ഓഫ് മെറ്റബോളിക് ആക്ടിവിറ്റീസ്. എങ്ങനെയുള്ള ബൈ പ്രൊഡക്ട്സ് ആയിരിക്കും? അതെ, യൂസ്ഫുൾ അല്ലാത്ത, നോട്ട് യൂസ്ഫുൾ ടു ദ ബോഡി, ബോഡിക്ക് യൂസ്ഫുൾ അല്ലാത്ത ബൈ പ്രൊഡക്ട്സിനെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കോമൺ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇൻജക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, എക്സ്ക്രീഷൻ, ഇങ്ങനെയാണ് ന്യൂട്രീഷൻ്റെ പ്രോസസ്സ് എന്ന്. അപ്പോൾ നമ്മൾ വേസ്റ്റ് റിമൂവ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ വേസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കിഡ്നിയും സ്കിന്നും. ഈ രണ്ട് ഓർഗൻസ് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വേസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കിഡ്നിയെക്കുറിച്ച് നോക്കാം. അപ്പോൾ കിഡ്നി എന്ന് പറയുന്നത് മേജർ എക്സ്ക്രീറ്ററി ഓർഗനാണ്. മേജർ എക്സ്ക്രീറ്ററി ഓർഗനാണ് കിഡ്നി. ഈ കിഡ്നിയിലൂടെ നമുക്ക് എക്സസ് ആയിട്ടുള്ള യൂറിയ, വാട്ടർ, സാൾട്ട് ഇതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഏത് ഫോമിലാണ് ഇതിനൊക്കെ റിമൂവ് ചെയ്യുന്നത്? യൂറിനിലൂടെയാണ് ഇത് നമ്മുടെ ബോഡിയിൽ നിന്നും റിമൂവ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മൾ നല്ലോണം വാട്ടർ കുടിച്ചാൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ നിന്ന് വേസ്റ്റ് റിമൂവ് ചെയ്ത് പോവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ യൂറിനിലെ 96% വാട്ടറാണ്. അപ്പോൾ നമ്മൾ പറയും, നമ്മൾ ചിൽഡ്രൻസ് ഒക്കെ ആണെങ്കിൽ, കുട്ടികളാണെങ്കിൽ ചിൽഡ്രൻസ് 1.5 ലിറ്റർ വാട്ടർ കുടിക്കണമെന്ന് പറയും. അതേപോലെ തന്നെ അഡൽട്ട്സ് 3 ലിറ്റർ വാട്ടറെങ്കിലും ഒരു ദിവസം മിനിമം ഡ്രിങ്ക് ചെയ്യണം. ഇനി അടുത്തതാണ് സ്കിന്നിലൂടെയും നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽ എക്സ്പെൽ ചെയ്യുന്നത്. അത് സ്വെറ്റ് വഴിയാണ് എക്സ്പെൽ ചെയ്യുന്നത്, വിയർപ്പ്. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട്. ഈ സ്വെറ്റ് ഗ്ലാൻസ് സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ സ്വെറ്റിലൂടെ പോകുന്നത് വാട്ടറും സോൾട്ടും ആണ്. എക്സസ് വാട്ടർ, നമ്മുടെ ബോഡിക്ക് വേണ്ടുന്നതിൽ കൂടുതൽ വാട്ടർ ഉണ്ടെങ്കിൽ എക്സസ് വാട്ടറും സോൾട്ടും നമ്മുടെ സ്വെറ്റിലൂടെ എക്സ്പെൽ ചെയ്ത് പോകാറുണ്ട്. അതുപോലെ തന്നെ സ്വെറ്റിങ്, നമ്മൾ നല്ല ചൂടുള്ളപ്പോൾ സ്വെറ്റ് ചെയ്യാറുണ്ടല്ലോ, വേർക്കാറുണ്ടല്ലോ. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വെറ്റിംഗ് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വെറ്റിങ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി നമ്മുടെ ബോഡിയിൽ എക്സസീവ് ലോസ് ഓഫ് വാട്ടറും സോൾട്ടും ഉണ്ടെന്ന് വിചാരിക്കേ. നമ്മുടെ ബോഡിയിൽ എക്സസ് വാട്ടറൊന്നും ഇല്ല, പക്ഷേങ്കിൽ നമ്മൾ വല്ലാതെ സ്വെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഡീഹൈഡ്രേഷൻ. അപ്പോൾ ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ
excessive loss of water and salt. ഇതിനെയാണ് നമ്മൾ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ മനസ്സിലായോ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം നമുക്ക്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ പ്രോസസ്സിൻ്റെ കറക്റ്റ് ഓർഡർ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് ഇഞ്ചക്ഷനാണ് നടക്കുക. ഇൻജസ്റ്റ് ചെയ്ത ഫുഡ് എന്ത് ചെയ്യുന്നു, ഡൈജഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഡൈജസ്റ്റ് ചെയ്താൽ നമ്മളെ ബോഡി അത് അബ്സോർബ് ചെയ്യുന്നു. അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാലോ, അതെ, നമ്മുടെ അബ്സോർബ് ചെയ്ത ന്യൂട്രിയൻസ് നമ്മുടെ ബോഡീൻ്റെ പാർട്ടായിട്ട് മാറുന്നുണ്ടല്ലോ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസിമിലേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് അസിമിലേഷനും കൂടി കഴിഞ്ഞാൽ അവിടെ വരുന്ന വേസ്റ്റ് നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇൻജക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, എക്സ്ക്രീഷൻ. ഇപ്പോൾ നമുക്ക് നോക്കാം ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന്. എല്ലാത്തിലും ഫസ്റ്റ് ഓപ്ഷൻ എ ആണെന്ന് അറിയാം. അപ്പോൾ എ ഇതിൽ ഇ ആണുള്ളത്, അതുകൊണ്ട് തന്നെ ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ എ എല്ലാത്തിലും ഉണ്ട്, എ കറക്റ്റാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡൈജഷൻ ആണല്ലോ, ഇ ആണ് അപ്പോൾ വരിക. അപ്പോൾ രണ്ടാമത്തെ ഇ ആയിട്ടുള്ളത് ഇതിൽ ബി ആണുള്ളത്, സി ആണുള്ളത്, ഇ. അപ്പോൾ ഇത് മാത്രമാണ് ഇ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് കറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഈസ് എ പാരസെറ്റിക് പ്ലാന്റ്. ഏതാണ് പാരസെറ്റിക് പ്ലാന്റ്? ലൊറാന്തസ് ആണോ, മാംഗോ ആണോ, ജാസ്മിൻ ആണോ, ടച്ച് മീ നോട്ട് പ്ലാന്റ് ആണോ? അതെ, നമുക്കറിയാം ലൊറാന്തസ് ആണ് പാരസെറ്റിക് പ്ലാന്റ് എന്ന്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. ഈ ഒരു ചാപ്റ്റർ ഡിസ്കഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു എവ്രിവൺ.